നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ ഇക്കായ് തീനിലെ ആദ്യത്തെ പാഠഭാഗമാണ് സറൂരി ഖുറാക്ക്. സറൂരി ഖുറാക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം അനിവാര്യമായ ഡോസ്. സറൂരി അനിവാര്യമായ, അത്യാവശ്യമായ എന്നാണ് അർത്ഥം. ഖുറാക്ക് ഒരു ഡോസ് മരുന്ന് അല്ലെങ്കിൽ മരുന്നിൻ്റെ ഒരു തവണ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ബൽറാം അഗ്രവാളിൻ്റെ ബാല ഏകാംഗ നാടകമാണ് സറൂരി ഖുറാക്ക്. ഇതിൽ ലേഖകൻ സദാസമയവും ടെലിവിഷനു മുമ്പിൽ ചെലവാക്കുന്ന ദുശീലത്തിന് അടിമയായ പുതിയ തലമുറയുടെ നേർക്ക് വിരൽ ചൂണ്ടുന്നു. ഇന്ന് കുട്ടികൾ വിവിധ തരത്തിലുള്ള കാർട്ടൂൺ ചാനലുകൾ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അമ്മമാർ സീരിയലുകൾക്ക് അടിമയാണ്. ദിനപത്രം വായിക്കുക ഇന്ന് നമുക്ക് സമയമില്ല. സത്യം പറഞ്ഞാൽ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ പോലും നാം ഇന്ന് അറിയുന്നില്ല. ബൽറാം അഗ്രവാളിൻ്റെ ഒരു നാടകമാണിത്. ബൽറാം അഗ്രവാളിൻ്റെ ബാല ഏകാംഗ നാടകം. ബാല ഏകാംഗ നാടകം എന്ന് വെച്ചാൽ കുട്ടികളുടെ നാടകമാണ്. ഇത് കുട്ടികളാണ് അവതരിപ്പിക്കുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതിൻ്റേതായ കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രിയ ദർശകോ, കക്ഷ 7 ദോര പ്രസ്തുത് കർ ലിയ ജാ രഹാ ഹൈ. ബൽറാം അഗ്രവാൾ കാ ബാൽ ഏകാംഗി സറൂരി ഖുറാക്ക്. ഇവിടെ പറയുന്നത് എന്താണ്? പ്രിയ കാഴ്ചക്കാരെ, ഇതാ 7Bയിലെ കുട്ടികൾ കാഴ്ചവെക്കുന്നു ബൽറാം അഗ്രവാൾ രചിച്ച കുട്ടികളുടെ ഏകാംഗ നാടകം എന്നാണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിന് താഴെയായിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ചിത്രമേ ക്യാ ക്യാ ഹോ രഹേ ഹേ, ആപ്കോ കോൺ സാ കാര്യക്രം പസന്ത് ഹേ. ചിത്രത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? 2 ബच्चे टीवी देख रहे हैं, एक लड़का रिमोट उड़ाने की कोशिश कर रहा है. 2 കുട്ടികൾ ഇരുന്ന് TV കാണുന്നു, മറ്റൊരു കുട്ടി വന്നിട്ട് റിമോട്ട് എടുക്കുന്നു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ആപ്കോ കോൺ സാ കാര്യക്രം പസന്ത് ഹേ. നിങ്ങൾക്ക് ഏത് പ്രോഗ്രാം, കാര്യക്രം എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രോഗ്രാം, നിങ്ങൾക്ക് ഏത് പ്രോഗ്രാം കാണാനാണ് ഇഷ്ടം? പലർക്കും പല പ്രോഗ്രാംസിനോടായിരിക്കും ഇഷ്ടം. ചില കുട്ടികൾ പറയും മുझे കാർട്ടൂൺ പസന്ത് ഹേ, മുझे സ്പോർട്സ് ചാനൽ പസന്ത് ഹേ, മുझे സീരിയൽ പസന്ത് ഹേ, മുझे സിനിമ ദേഖനെ കെ പസന്ത് ഹേ. അങ്ങനെ പലർക്കും പല രീതിയിലുള്ള പ്രോഗ്രാംസ് ആയിരിക്കും ഇഷ്ടം അല്ലേ. പാത്രം എന്ന് പറഞ്ഞാൽ കഥാപാത്രം. നാടകമാകുമ്പോൾ കഥാപാത്രങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇവിടെ മെയിൻ കഥാപാത്രങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ലഡ്ക ഏക്, ഹിന്ദി സമാചാർ പത്ര ഏക് തഥാ അങ്കിത്. ആൺകുട്ടി, ഒന്നാമത്തെ ആൺകുട്ടി. ഹിന്ദി ദിനപത്രം, സമാചാർ പത്ര എന്ന് പറഞ്ഞാൽ ദിനപത്രം. ഹിന്ദി ദിനപത്രമായി വരുന്നത് അങ്കിത്. അങ്കിത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയുടെ പേരാണ്. ലഡ്കി ഏക്, പെൺകുട്ടി, ആദ്യത്തെ പെൺകുട്ടി. ഹിന്ദി സമാചാർ പത്ര ദോ, രണ്ടാമത്തെ ഹിന്ദി ദിനപത്രമായി വരുന്നത് തഥാ ശിവാനി. ശിവാനിയാണ്, ശിവാനി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ പേരാണ്. ലഡ്ക ദോ, അംഗ്രേസി സമാചാർ പത്ര തഥാ ശുഭം. രണ്ടാമത്തെ ആൺകുട്ടി, ഇംഗ്ലീഷ് ദിനപത്രവുമായി വരുന്നത് ശുഭം. ആൺകുട്ടിയുടെ പേരാണ് ശുഭം. ലഡ്കി ദോ, ടെലിവിഷൻ സമാചാർ പാചിക. രണ്ടാമത്തെ പെൺകുട്ടി വരുന്നത് TV-യിൽ ന്യൂസ് വായിക്കുന്ന ആളായിട്ടാണ്. മമ്മി പാപ്പ, അച്ഛനും അമ്മയും. ഇത്രയും പേരാണ് ഈ നാടകത്തിൽ കഥാപാത്രങ്ങളായി വരുന്നത്. घर के ड्राइंग रूम में बैठे अंकित और शिवानी ടെലിവിഷൻ में कोई कार्यक्रम देख रहे हैं. വീട്ടിലെ ഡ്രോയിങ് റൂമിൽ ഇരുന്ന് അങ്കിതും ശിവാനിയും ടെലിവിഷനിൽ ഏതോ പരിപാടി കാണുന്നു. ബാഹർ സെ ശുഭ് ആതാ ഹേ, വെളിയിൽ നിന്നും ശുഭം വരുന്നു. और मेज पर से रिमोट उठाकर टेलीविजन का चैनल बदलने लगता है. ടേബിളിൽ നിന്ന്, അതിൽ മേശപ്പുറത്തു നിന്ന് റിമോട്ട് എടുത്തിട്ട് ടെലിവിഷനിലെ ചാനൽ മാറ്റാനൊരുങ്ങുന്നു. അങ്കിത് ഓർ ശിവാനി ഉസ് പർ ചില്ല ഉടുത്തേ ഹേ. അങ്കിതും ശിവാനിയും ഒരുമിച്ച് ബഹളം വയ്ക്കുന്നു. അങ്കിത് ഓർ ശിവാനി ഏക് സാത്ത് ചീങ്കത്തേ ഹേ. എന്തെന്ന് പറഞ്ഞാണ് ബഹളം വയ്ക്കുന്നത്? ശുഭം. ശുഭം എന്നും പറഞ്ഞാണ് അവർ ബഹളം വയ്ക്കുന്നത്. ശുഭം ക്യാ ഹുവാ? ശുഭം ചോദിക്കുകയാണ്, എന്ത് പറ്റി? ശിവാനി ഹുവാ തേരാ സിർ, നിന്റെ തല. हम 2 लोग जब पहले से ही टॉम एंड जेरी देख रहे हैं तो तू ചാനൽ ക്यों ബദൽ रहे हैं. ഞങ്ങൾ രണ്ടുപേരും ടോം ആൻഡ് ജെറി കണ്ടുകൊണ്ടിരിക്കുകയാണ്, നീ എന്തിനാ ചാനൽ മാറ്റിയത് എന്നാണ് ശിവാനി ചോദിച്ചത്. ശുഭം इसलिए कि तुम लोगों को कभी कभी यह भी जान लेना चाहिए कि ബാക്കി दुनिया में क्या क्या हो रहे हैं. അപ്പോൾ ശുഭം എന്താ പറഞ്ഞത്? ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുവെന്ന് നിങ്ങളൊക്കെ വല്ലപ്പോഴെങ്കിലും അറിയണമല്ലോ, അതിന്. അങ്കിത് മറുപടിയായിട്ട് उन सब के लिए तो है ना मेरा भाई, तू अखबार पढ़कर हमें बता दिया कर. അങ്കിത് എന്താ മറുപടി പറഞ്ഞത്? അതിനെല്ലാം നീയില്ലേ സഹോദരനായിട്ട്, നീ പത്രം വായിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ മതി. ശിവാനി हाँ और अब
अच्छे बच्चे की तरह टॉम एंड जेറി लगा दे या റിമോട്ട് ഹമേ പക്കട और बाहर का रास्ता नाप. ശിവാനി എന്താ മറുപടി പറഞ്ഞത്? അതെ, നല്ല കുട്ടിയായിട്ട് ടോം ആൻഡ് ജെറി വെക്കി, അല്ലെങ്കിൽ റിമോട്ട് ഇങ്ങു തന്നിട്ട് പുറത്തു പോ. ശുഭം കബി കബി ന്യൂസ് യാ ഡിസ്കവറി യാ ദൂസരെ ചാനൽ ബി ദേഖത്തെ രഹനാ ചാഹിയെ. ശുഭം പറയാണ് ഇടയ്ക്കിടയ്ക്ക് ന്യൂസോ ഡിസ്കവറിയോ വേറെ ഏതെങ്കിലുമൊക്കെ ചാനൽ കൂടി കാണണം. अंकित दूसरे चैनल माई फुट लिखाई पढ़ाई से धक्के मेरे दिमाग को टॉम एंड जेरी या कार्टून चैनल के अलावा दूसरा कुछ चाहिए ही नहीं. അപ്പം എന്താ അങ്കിത് പറഞ്ഞത്? വേറെ ചാനലോ, എഴുതിയും പഠിച്ചും തളർന്നിരിക്കുമ്പോൾ ടോം ആൻഡ് ജെറിയോ വേറെ ഏതെങ്കിലും കാർട്ടൂൺ ചാനലോ അല്ലാതെ വേറെ ഒന്നും കാണാൻ എനിക്ക് പറ്റില്ല. ശുഭം यानी कि तुम्हें उस गुराकी की ज़रूरत है जो पापा ने कल मम्मी को पिलाई थी. അപ്പോൾ ശുഭം പറയാണ്, എങ്കിൽ പിന്നെ ഇന്നലെ പപ്പ മമ്മിക്ക് കൊടുത്ത ഒരു ഡോസ് നിങ്ങൾക്കും കിട്ടണം. अंकित और शिवानी आश्चर्य से एक साथ मम्मी को गुराक. അങ്കിതും ശിവാനിയും അതിശയത്തോടെ ഒരുമിച്ച്, മമ്മിക്ക് കൊടുത്ത ഡോസോ? ശുഭം ഹാ അതെ. ശിവാനി ഗുൽക്കർ ബതാന, ഒന്ന് തുറന്നു പറയ്. ശുഭം ഗുൽക്കർ ലോ സുനോ, പറയണോ? എങ്കിൽ കേട്ടുകൊള്ളൂ. അപ്പോൾ ഇന്നലെ പപ്പ മമ്മിക്ക് കൊടുത്ത ആ ഡോസിനെ പറ്റി, എന്ത് ഡോസാണ് പപ്പ മമ്മിക്ക് കൊടുത്തത് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. പ്രകാശ് വ്യവസ്ഥ മാധ്യം സെ ദൃശ്യ ബദൽത്താ ഹൈ. ഒരു പ്രകാശത്തോടു കൂടി സ്റ്റേജിലെ ദൃശ്യം മാറുന്നു. സോഫെ പർ ബൈഠി മമ്മി കോയി ടി വി സീരിയൽ ദേഖ്നെ മേ മസ്ത് ഹെ. സോഫയിൽ ഇരുന്നു കൊണ്ട് മമ്മി ഏതോ സീരിയൽ കാണുന്നതിൽ മുഴുകിയിരിക്കുന്നു. और बीच बीच में कभी गुस्से के तो कभी प्रसन्नता के भाव दिखाती है. ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ മുഖത്ത് ഒരു ദേഷ്യത്തിൻ്റെയോ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെയോ ഭാവം കാണാം. ജിസ്സെ പത്താ ചൽത്താ ഹേ കി വഹ് സീരിയൽ കോ വിഭൂർ ഹോക്കർ ദേഖ് രഹി ഹെ. ഇതിൽ നിന്നും മനസ്സിലാക്കാം അമ്മ സീരിയലിൽ മുഴുകിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കാം. യഹ് സാരാ ദൃശ്യ മൗനപൂർവ്വക് ചൽ രഹാ ഹൈ. ഈ ദൃശ്യം മുഴുവനും നിശബ്ദതയോടു കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലരുണ്ടാവും സീരിയൽ കാണുകയാണെങ്കിൽ അതിൽ വളരെയധികം മുഴുകിയിരിക്കുക, തൊട്ടപ്പുറത്തോ ഒന്നും നടക്കുന്നത് അറിയാതെ സീരിയലിൽ മുഴുകിയിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മമ്മിയും സീരിയലിൽ വളരെയധികം മുഴുകിയിരിക്കുകയാണ്. ഹിന്ദി സമാചാർ പത്ര ഏക് കെ രൂപ മേ ലഡ്ക ഏക് ബോൽത്താ ഹുവാ മഞ്ച് പർ ഏക് ഓർ സെ ദൂസരി ഓർ ഗുസർ ജാത്താ ഹെ. ഹിന്ദി പത്രത്തിൻ്റെ രൂപത്തിൽ ഒന്നാമത്തെ ആൺകുട്ടി സംസാരിച്ചുകൊണ്ട് സ്റ്റേജിൻ്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് നീങ്ങുന്നു. ലഡ്ക ഏക് ജാപ്പാൻ മേ ജബർദസ്ത് ഭൂകമ്പ്. ജാപ്പാനിൽ ശക്തമായ ഭൂകമ്പം. ഹസാരോ ലോഗ് കി മൗത്ത്. ആയിരക്കണക്കിന് ആളുകൾ മരണമടഞ്ഞു. കരോടോ കി സമ്പത്തി ക നുക്സാൻ. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. अंग्रेजी समाचार पत्र के रूप में लड़का दो बोलता हुआ मंच पर दूसरी ओर से पहली ओर को गुजर जाता है. ഇംഗ്ലീഷ് പത്രത്തിൻ്റെ രൂപത്തിൽ രണ്ടാമത്തെ ആൺകുട്ടി സംസാരിച്ചുകൊണ്ട് സ്റ്റേജിൽ എതിർവശത്തു നിന്നും കടന്നു വരുന്നു. ലഡ്ക ദോ ആൺകുട്ടി 2. മാസീവ് എർത്ത്ക്വേക്ക് ഹിറ്റ് ജപ്പാൻ. അബൌട്ട് 400 പീപ്പിൾ ആർ ഡെഡ് ആൻഡ് 500 മിസ്സിംഗ്. ഹെവി ലോസ് ഓഫ് നാച്ചുറൽ പ്രോപ്പർട്ടി. എന്താ ഇവിടെ പറയുന്നത്? ജാപ്പാനിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് 400ഓളം ആളുകൾ മരണപ്പെട്ടു, 500ഓളം പേരെ കാണാതായി, ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി എന്നാണ് ഇവിടെ പറഞ്ഞത്. ഹിന്ദി സമാചാർ പത്ര ദോ കെ രൂപ മേ ലഡ്കി ഏക് ബോൽത്തി ഹുയി मंच के निचले सिरे से ऊपरी सिरे की ओर गुजर जाती है. ഹിന്ദി സമാചാർ പത്ര ഹിന്ദി ദിനപത്രം 2ൻ്റെ രൂപത്തിൽ ഒന്നാമത്തെ പെൺകുട്ടി സ്റ്റേജിൻ്റെ താഴത്തെ അരികിൽ നിന്നും കടന്നു വരുന്നു. ലഡ്കി ഏക് आज सुबह लगभग 5 बजे जापान का टोक्यो शहर ज़बरदस्त भूकंप के कारण तबाह हो गया है. എന്താ പെൺകുട്ടി പറയുന്നത്? ഇന്ന് പുലർച്ചെ ഏകദേശം 5 മണിക്ക് ജപ്പാനിലെ ടോക്കിയോ നഗരം ശക്തമായ ഭൂകമ്പത്തിൽ തകർന്നു തരിപ്പണമായി. കിത്നി ഹി ഇമാരത്തേം ജമീൻ മേ ദസ് ഗയി ഹേ. അനേകം കെട്ടിടങ്ങൾ മണ്ണിനടിയിലായി. ഹസാരോ ലോക് മൽബേക്ക് നീച്ചെ ദബേ പടേ ഹേ. ആയിരക്കണക്കിന് ആളുകൾ, ഹസാരം ലോക് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ മൽബേക്ക് നീച്ചെ ദബേ പടേ ഹേ. മൽബേ അർത്ഥം ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുടെ കൂമ്പാരം. അതിനടിയിൽ ദബേ പടേ ഹേ അമർന്നുപോയി. ഇസി ബീച്ച് പാപ്പാക്ക മഞ്ച് പ്രവേശ്. ഇതിനിടയിൽ പപ്പ സ്റ്റേജിലേക്ക് കയറി വരുന്നു. കോനെ മേ രക്കി ടെലിവിഷൻ കെ സാമനെ രക്കി മേസ് പർ സെ റിമോട്ട് ഉടാക്കർ ചാനൽ ബദൽനെ ലഗ്തേ ഹേ.
ഒരു മൂലയിൽ ടെലിവിഷൻ്റെ അടുത്തായിട്ടിരിക്കുന്ന മേശപ്പുറത്തു നിന്നും റിമോട്ട് എടുത്തിട്ട് ചാനൽ മാറ്റാൻ തുടങ്ങുന്നു. മമ്മി ഹക് പക്കാക്കർ ഗുസ്സേ മേ ആരെ ആരെ യേ ക്യാ കർ രഹേ ഹേ. പരിഭ്രമിച്ച് ദേഷ്യത്തോടെ, ഹേയ് എന്താ ഈ കാണിക്കുന്നത്? പാപ്പ ന്യൂസ് ചാനൽ पर लगा रहा हूँ. ന്യൂസ് ചാനൽ വയ്ക്കാനാണ്. മമ്മി ഹേ ഭഗവാൻ മനോരഞ്ജൻ ചാനലോം സെ ഇത്തിനി ചിട്ട് ക്യൂ ഹേ ആപ്കോ. മമ്മി ചോദിക്കുകയാണ്, ദൈവമേ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളോട് നിങ്ങൾക്ക് എന്താ ഇത്ര വെറുപ്പ്? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? മമ്മി സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പ വന്ന് ചാനൽ മാറ്റി. പാപ്പ റിമോട്ട് സെ ചാനൽ ബദൽത്തെ ഹുയെ. പപ്പ ചാനൽ മാറ്റിക്കൊണ്ട്. निडल्ला नकारा और बुद्धिहीन बना डालने वाले चैनलों को मनोरंजन ചാനൽ समझना पता नहीं कब छोड़ेंगी तुम. യാതൊരു പ്രയോജനമില്ലാത്തതും മറ്റുള്ളവരെ മടിയരും ബുദ്ധിഹീനരുമാക്കുന്ന ചാനലുകളെ എൻ്റർടൈൻമെൻറ്റ് ചാനലെന്നു പറയുന്നു. മനസ്സിലാകുന്നില്ല, നീ ഇതൊക്കെ എന്ന് നിർത്തും? മമ്മി 51 पर लगाओ. न्यूज़ चैनल 50 के बाद ही है सारे. नाश कर दिया सारे सीरियल का. അപ്പോൾ അമ്മ എന്തെന്നാ പറഞ്ഞത്? അമ്മയ്ക്ക് ദേഷ്യം വന്നു, അച്ഛൻ വന്ന് ന്യൂസ് ചാനൽ വെക്കാൻ പോയപ്പോൾ. അപ്പോൾ അമ്മ എന്തെന്നാ പറഞ്ഞത്? 51 ശേഷമാണ് എല്ലാ ന്യൂസ് ചാനലും, അപ്പോൾ എല്ലാ സീരിയലും നശിപ്പിച്ചു എന്നാണ് അമ്മ മറുപടിയായി പറഞ്ഞത്. പാപ്പ ന്യൂസ് ചാനൽ पर पहुंचाते हैं. പപ്പ ന്യൂസ് ചാനൽ വയ്ക്കുന്നു. അപ്പോൾ ന്യൂസ് ചാനലിൽ എന്താണ് വാർത്ത എന്ന് നോക്കാം. സമാചാർ വാചിക വാർത്ത വായിക്കുന്ന ആൾ. पूरे टोक्यो शहर में बिजली की सप्लाई टपट गई है और टावर्स टूट गए हैं, जिसके कारण शहर का संपर्क बाकी जगहों से ख़त्म हो गया है. इस भूकंप की तीव्रता रिक्टर पैमाने पर 7.1 मापी गई. जापान में पिछले माह भी भूकंप आया था. അപ്പോൾ വാർത്തയിൽ എന്താ പറയുന്നത്? ടോക്കിയോ പട്ടണത്തിൽ കറണ്ട് സപ്ലൈ നിലച്ചു, ടവറുകൾ തകർന്നു. തത്ഫലമായി മറ്റു സ്ഥലങ്ങളുമായി നഗരത്തിൻ്റെ സമ്പർക്കം ഇല്ലാതായി. ഈ ഭൂകമ്പത്തിൻ്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 7.1 രേഖപ്പെടുത്തി. കഴിഞ്ഞ മാസവും ജപ്പാനിൽ ഭൂകമ്പം അനുഭവപ്പെട്ടിരുന്നു. പപ്പ മമ്മി സെ സുൻ രഹി ഹോ. പപ്പ മമ്മിയോട് ചോദിക്കുകയാണ്, കേൾക്കുന്നുണ്ടോ? മമ്മി യഹ് കബ് ഹുവാ. മമ്മി ചോദിക്കുകയാണ്, ഇത് എപ്പോൾ സംഭവിച്ചു? പാപ്പ घर में 3 अखबार आते हैं, 2 हिंदी के और 1 अंग्रेजी का. വീട്ടിൽ 3 പത്രങ്ങൾ വരുത്തുന്നുണ്ട്, 2 ഹിന്ദി 1 ഇംഗ്ലീഷ്. तीनों चीख चीख कर सुबह से एक समाचार सुना रहे हैं, लेकिन आप है कि. 3ലും വാർത്ത ഇന്ന് വന്നതാണ്, ഇത് വല്ലതും നീ അറിയുന്നുണ്ടോ? മമ്മി चीख चीख कर सुना रहे हैं, मुझे तो एक शब्द भी सुना ही नहीं दिया. ചീക്കന നിലവിളി. മുझे तो एक शब्द भी सुनाई नहीं दिया എന്ന് പറഞ്ഞാൽ ഞാനൊന്നും കേട്ടില്ല. पापा सुबह से शाम तक मनोरंजन में डूबे रहने वाले लोगों को दर्द में डूबे लोगों की चीखें सुनाई नहीं देती. രമാജി പാപ്പ എന്താ പറഞ്ഞത്? രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വിനോദ ചാനലുകളിൽ മുഴുകിയിരിക്കുന്നവർക്ക് വേദന കൊണ്ട് പുളയുന്നവരുടെ നിലവിളികൾ കേൾക്കാൻ കഴിയില്ല രമേ എന്നാണ് പപ്പ മറുപടി പറഞ്ഞത്. മമ്മി കേസി ബാത്തേം കർത്തി ഹോ. എന്തായി പറയുന്നത്? പപ്പ ടീക് കർ രഹാ ഹും. ശരി തന്നെയാണ് പറയുന്നത്. ഹാത്ത് സെ ഇഷാര കർക്കെ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചിട്ട്. ഇത്തനെ മോട്ടെ മോട്ടെ അക്ഷരോമേ ഹെഡ് ന്യൂസ് ഛപി ഹെ സബി അഖ്ബാറോമേ. ഇത്ര വലിയ അക്ഷരങ്ങളിൽ ഹെഡ് ന്യൂസായിട്ട് അച്ചടിച്ച് വന്നിട്ടുണ്ട് എല്ലാ പത്രങ്ങളിലും. ആങ്കെ ഉടാക്കർ കബി ദേഖത്തി ഹോ അഖ്ബാർ കി ഓർ. പത്രത്തിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും നോക്കിയോ? പപ്പ എന്താ ചോദിക്കുന്നത്? ഇത്രയും വലിയ അക്ഷരത്തിൽ എല്ലാ പത്രങ്ങളിലും ഹെഡ് ന്യൂസ് അച്ചടിച്ചിട്ടുണ്ട്, പത്രത്തിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും നോക്കിയോ എന്നാണ് പപ്പ ചോദിച്ചത്. മമ്മി घर के काम काज से फुर्सत मिले तभी तो कोई अखबार देख के पढ़े. മമ്മി എന്താ പറഞ്ഞത്? घर के काम काज से फुर्सत मिले. വീട്ടുജോലി കഴിഞ്ഞ് സമയം കിട്ടിയിട്ട് വേണ്ടേ? തബി തോ കോയി അഖ്ബാർ ദേഖ് കെ പഠേ. പത്രം നോക്കാൻ. മമ്മി പറഞ്ഞത് വീട്ടുജോലി കഴിഞ്ഞിട്ട് സമയം കിട്ടിയിട്ട് വേണ്ടേ പത്രം നോക്കാൻ. പാപ്പ ठीक कहती हो, उल्टे सीधे सीरियल तो तुम जैसे घर के काम करते करते देखती रहती हो. കൊള്ളാം, വീട്ടുജോലികൾക്കിടയിലും ഇതുപോലുള്ള സീരിയലുകൾ കാണാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. മമ്മി ബസ് काम काज में चाहे जितना घटे मनोरंजन के आसपास न फड़क जाए घर की औरत. മമ്മി എന്താ പറഞ്ഞത്? കൊള്ളാം, വീട്ടുജോലി എത്ര വേണമെങ്കിലും ആകാം, പക്ഷേ മനസ്സിന് സന്തോഷം കിട്ടുന്നിടത്തേക്ക് പോകാൻ പാടില്ലേ വീട്ടിലെ സ്ത്രീകൾക്ക്. പാപ്പ രമ രമ തും മേരി ബാത് കോ ഗലത് സമझ रही हो.
രമി നീ ഞാൻ പറഞ്ഞത് ശരിക്കല്ല മനസ്സിലാക്കിയത്. मेरे कहने का मतलब है कि न तो घर के कामकाज में और न ही अपने मनोरंजन में हमें इस कदर डूब जाना चाहिए कि हम अपने आसपास के लोगों के दुख दर्द देख ही न पाए. വീട്ടുകാര്യങ്ങളിലായാലും വിനോദത്തിലായാലും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാത്ത വിധം മുഴുകിപ്പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. മമ്മി, ഐ ആം സോറി. പാപ്പ, जापान में आज सुबह सैकड़ों लोग मौत के मुँह में जमा गए. ജപ്പാനിൽ ഇന്ന് പുലർച്ചെ നൂറുകണക്കിന് ആളുകൾ മരണമടഞ്ഞു. സൈക്കഡോ ലോഗ് ലാപ്ത ഹെ, അത്രയും പേരെ കാണുവാനില്ല. ജാൻ ഔർ മാൽ ദോനോ കാ നുക്സാൻ ഹുവാ ഹെ, ജീവനും സ്വത്തിനും നഷ്ടമുണ്ടായിരിക്കുന്നു. മാനാക്കി ജാപ്പാൻ ഏക് ദൂസരാ ദേശ് ഹെ, ലേക്കിൻ ഹെ തോ സബ് മനുഷ്യ ഹി. ജാപ്പാൻ അന്യരാജ്യമായിരിക്കാം, പക്ഷേ എല്ലാവരും മനുഷ്യരല്ലേ. മമ്മി, ടീക്ക് കഹത്തെ ഹോ, ശരിയാണ് പറഞ്ഞത്. മുझे अपने मनोरंजन तक ही कभी भी सीमित नहीं रहना चाहिए था. എനിക്ക് എൻ്റർടൈൻമെൻറ്റിനെ ഒരു പരിധിയിൽ നിർത്താൻ കഴിഞ്ഞില്ല. പാപ്പ, സിർഫ് തുംഹേ നഹി, ഇത് നിൻ്റെ മാത്രം പ്രശ്നമല്ല. ദർശകോं की ओर इशारा करके हम सभी को, കാണികളുടെ നേരെ, അതായത് ഓഡിയൻസിൻ്റെ നേരെ ആംഗ്യം കാണിച്ചുകൊണ്ട് ഹം സബീക്കോ, നമ്മളെല്ലാവരുടെയും പ്രശ്നമാണ്, നാം എല്ലാവരുടെയും പ്രശ്നമാണ്. അപ്പോൾ ഈ പാഠഭാഗത്തു നിന്ന് എന്താ മനസ്സിലായത്? നമുക്കും ചുറ്റുമുണ്ടാകുന്ന ദുരന്തങ്ങളോ മറ്റു വാർത്തകളോ അറിയാത്ത വിധം വീട്ടുകാര്യങ്ങളിലോ വിനോദകാര്യങ്ങളിലോ മുഴുകിയിരിക്കുന്നത് ശരിയല്ല. നാം എല്ലാവരും ഓർമ്മിക്കേണ്ട കാര്യമാണിത്. ദൃശ്യ സമാപ്ത്. അങ്ങനെ നാടകം കഴിഞ്ഞു. ഇതിന് താഴെയായിട്ടൊരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഹിന്ദി ദിവസിന് ബേസ് ചെയ്തിട്ടുള്ളൊരു പോസ്റ്ററാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹിന്ദി ദിവസ് കി ആപ് സബീകോ ഹാർദിക് ശുഭകാമനായ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നാണ് നമ്മൾ ഹിന്ദി ദിവസം ആഘോഷിക്കുന്നത് നമുക്കറിയാം അല്ലേ. 14 സെപ്റ്റംബറിലാണ്, 14 സെപ്റ്റംബർ 14 നമ്മൾ ഹിന്ദി ദിവസം ആഘോഷിക്കുന്നത്. ഈ പാഠഭാഗത്ത് നിന്ന് വരുന്ന വേർഡ് മീനിങ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഗുഡാക്ക്, മരുന്നിൻ്റെ ഒരു തവണ, ഡോസ്. സമാചാർ പത്ര, ദിനപത്രം, ന്യൂസ് പേപ്പർ. സമാചാർ വാചിക, വാർത്ത വായിക്കുന്ന ആൾ, ന്യൂസ് റീഡർ. കാര്യക്രം, കാര്യപരിപാടി, പ്രോഗ്രാം. ബദൽന, മാറ്റുക, ടു ചേഞ്ച്. ചീക്കണ, നിലവിളിക്കുക, ടു സ്ക്രീം. ദുനിയ, ലോകം, വേൾഡ്. രാസ്ത നാപ്പന, വഴിക്ക് പോകുക, ടു ഗോ. ജബർദസ്ത്, ശക്തമായ, സ്ട്രോങ്. മൗത്ത്, മരണം, ഡെത്ത്. നുക്സാൻ, നഷ്ടം, ലോസ്. മഞ്ച്, സ്റ്റേജ്. തബാഹോന, തകരുക, ടു ബി ഡിസ്ട്രോയിഡ്. ഇമാരത്ത്, കെട്ടിടം, ബിൽഡിംഗ്. മൽബ, ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുടെ കൂമ്പാരം. മനോരഞ്ജൻ, വിനോദം, നേരമ്പോക്ക്, എൻ്റർടൈൻമെൻറ്റ്. നിഡല്ല, മടിയനായ, ഐഡിൽ. നക്കാര, ഉപയോഗശൂന്യമായ, യൂസ്ലെസ്. ഡപ്പഡ്ന, നിന്നുപോകുക, സ്റ്റോപ്പ്ഡ്. പൈമാന, അളവുകോൽ. ഗലത്ത്, തെറ്റായ, റോങ്. ലാപത്ത, കാണാതായ, മിസ്സിംഗ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.